എവരിബഡി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. സാധാരണ ഞാൻ ഗെയിം കഴിഞ്ഞ് അപ്പം തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാറ്. പക്ഷേ ഇന്നലെ ഗെയിം തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് വരുന്നത്. സോ ഒന്നിനും സമയമില്ലായിരുന്നു. ലൈവ് പോകാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. പിന്നെ ഗെയിം കണ്ടു. ഫസ്റ്റ് ഹാഫ് നമ്മളെല്ലാവരും കണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് എങ്ങാനും നമുക്കൊരു പൊസഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് എപ്പോഴാണ് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോനിയുടെ ആ ഗോൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ്. സോ ഓവറോൾ എ വെരി ഡൾ ബോറിങ് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫ്. വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ദാറ്റ്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് കഴിഞ്ഞ ഒരു 10 കളി എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ഇലക്ട്രിക് പെർഫോമൻസ് എന്നോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോടുള്ള ഒരു പെർഫോമൻസ് എന്നോ ഒരു ക്രിയേറ്റീവ് പെർഫോമൻസോ എന്നൊന്നും പറയാനില്ല. ഇറ്റ്സ് മോർ പൊസിഷൻ ഓറിയൻറ്റഡ്, വളരെ സ്ട്രക്ചേർഡായിട്ട് മുന്നോട്ട് പോവുക ആൻഡ് ട്രൈ ടു സ്കോർ എ ഗോൾ. എസ്പെഷ്യലി പ്രീമിയർ ലീഗിലെ ഗെയിം. ചാമ്പ്യൻസ് ലീഗിൽ കുറച്ചുകൂടെ ബ്രേവായിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് അറിയാം. ബട്ട് സ്റ്റിൽ ശരിയാണ്, പ്രീമിയർ ലീഗിൻ്റെ ടീം കുറച്ചുകൂടെ ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് എന്നൊക്കെ രീതിയിൽ നമുക്കെതിരെ സെറ്റപ്പ് ചെയ്യുമെങ്കിലും ചാമ്പ്യൻസ് ലീഗ് അങ്ങനെയല്ല, കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ടാണ്. കപ്പ് ഗെയിമും അങ്ങനെയല്ല, കുറച്ചുകൂടെ ഓപ്പൺ അപ്പാണ്. ഇതൊക്കെയാണ് ഡിഫറൻസ്. യെസ്, ഐ ഗെറ്റ് ഇറ്റ്. പക്ഷേ എന്നും പറഞ്ഞ് വി കനോട്ട് കണ്ടിന്യൂ ലൈക്ക് ദിസ്. ഈ ഒരു പെർഫോമൻസ് വി കനോട്ട് കണ്ടിന്യൂ ലൈക്ക് ദിസ്, എസ്പെഷ്യലി ദ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ്. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എനിക്കൊന്ന് ബ്രൈറ്റനെതിരെ ഏതാണ്ട് ഇതുപോലെ തന്നെ, ബ്രൈറ്റൺ എവേ ആണെന്ന് തോന്നുന്നു, ഇതുപോലെ തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്തു ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാൻ വേണ്ടി. സോ ഇതിനൊരു സൊല്യൂഷൻ കാണണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ നോണിയുടെ ആ ഫസ്റ്റ് ഗോൾ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദാറ്റ്സ് ഇറ്റ്, നമ്മൾ സീല് ചെയ്യും. അത് മാത്രമല്ല സാക്ക വാം അപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. സോ സാക്ക വരും, നോനി, ഓക്കെ ഗെയിം ഡൺ എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് ക്രെഡിറ്റ് ടു ബ്രെൻഫോർഡ്. ദേ ബുള്ളീഡ് us. അതാണ് കറക്റ്റ് വേർഡ്. നമ്മുടെ എന്താണ് പരിപാടി അത് നമുക്കിട്ട് ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ എന്ന് പറയത്തില്ലേ, ആ പരിപാടി നമുക്കിട്ട് തന്നു. സെറ്റ് പീസിൽ ദേ വർ റിയലി ഡേഞ്ചറസ്. ഗോൾ കീപ്പറിനെ ഹറാസ്മെൻറ്റ്, നമ്മുടെ പരിപാടി നമുക്കിട്ട് തന്നു. സോ ദേ വർ റിയലി ഡോമിനൻറ്റ്. യു ഹാവ് ടു ഗിവ് ഹ്യൂജ് ക്രെഡിറ്റ് ടു ബ്രെൻഫോർഡ്. ഒരു അടിപൊളിയായിട്ടാണ് കളിച്ചത്. ദേ റിയലി വാണ്ടഡ് ടു വിൻ. ആ കളി ഇനി ഒരു 10 മിനിറ്റ് കൂടെ മുന്നോട്ട് പോയാലും കൂടുതൽ ജയിക്കാൻ സാധ്യത ബ്രെൻഫോർഡിന് തന്നെയായിരുന്നു. കാര്യം ശരിയാണ്, മാർട്ടിനെല്ലിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കിട്ടിയെങ്കിൽ പോലും അതിന് പല രീതിയിൽ നമുക്ക് അതിനെ ഫസ്റ്റ് ഷോട്ട് എടുക്കാമായിരുന്നു, ഗോൾ കീപ്പറിനെ മറികടന്ന് പോകാൻ. എഗെയിൻ ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ. നമ്മുടെ പ്ലെയേഴ്സിന് ആ ഒരു കോൺഫിഡൻസ് ലെവലും ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി, ആ ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഇല്ല. ഇതാണ് ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ദിസ് മെൻറ്റാലിറ്റി ഇഷ്യൂ. കാര്യം ശരിയാണ്, നമ്മുടെ ടീമിനെ അർട്ടറ്റ സൂപ്പറായിട്ടാണ് കോച്ച് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്, ഡ്രില്ല് ചെയ്യുന്നത്, ഫോർമേഷൻ സെറ്റപ്പ് ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ്. ബട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഫയർ ഉണ്ടല്ലോ, ദാറ്റ്സ് മിസ്സിങ്. എടുത്തു പറയേണ്ടത് എസയുടെ ഇന്നലത്തെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ്. എസ പിച്ചിൽ ഉണ്ടായിരുന്നോ എന്ന് തന്നെ സംശയമാണ്. വാട്ട്സ് ഹാപ്പനിങ് ടു ഹിം? ഇറ്റ്സ് നോട്ട് ഡൗൺ ടു അർട്ടറ്റ. ശരിയാണ്, ലൈവിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും കമൻറ്റിലും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അർട്ടറ്റ സപ്പോർട്ടറാണ് എന്ന്. ഒരു പരിധി വരെ ഐ ഗീവ് ഹിം എ ലോട്ട് ഓഫ് ക്രെഡിറ്റ് ഫോർ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ ദ ക്ലബ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീമിയർ ലീഗിൽ ചാലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ആസ്ക് അതർ ടീംസ്, ചെൽസി, മാൻ യുണൈറ്റഡ്, അത് ഇഷ്ടം പോലെ ടീമുണ്ടല്ലോ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. സോ അവിടെ അർട്ടറ്റ ഈസ് ഡൺ എ ബ്രില്യൻ ജോബ്. കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലെയേഴ്സും ചെയ്യണം. കഴിഞ്ഞ സീസൺ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി എങ്ങനെയാണ് എസെ കളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അർട്ടറ്റ അഴിച്ചു വിടുന്നില്ല, ഹാൻഡ് ബ്രേക്കാണ് അതൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സീരിയസ്ലി ഇതൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം എസെ എപ്പോഴൊക്കെ കളിക്കുന്നു, ഹീ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ പ്ലെയേഴ്സ്. ഒട്ടിയാണ് നിൽക്കുന്നത്, ഒപ്പോസിഷൻ പ്ലെയറുമായിട്ട് ഒട്ടിയാണ് നിൽക്കുന്നത്. വന്ന് ബോൾ എടുക്കുമോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇന്നലത്തെ ഗെയിം ഐ ഡോണ്ട് ഹാവ് ടു കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ബ്ലാസ്റ്റ് ഔട്ട് ആയേനെ, അത് വേറൊരു റിയാക്ഷൻ ആയേനെ. പക്ഷേ ഇത് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി കാമാണ് പല കാര്യങ്ങളിലും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ
ഒരു പോയിന്റ് ഗെയിൻഡ് എന്നേ ഞാനിതിനെ പറയൂ, 2 points ലോസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം ആ ദിവസം, ഇന്നലത്തെ ദിവസം ബ്രെൻറ്റ്ഫോർഡ് വേർ ദ ബെറ്റർ ടീം. നമുക്ക് അവരെ ഔട്ട് ക്ലാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമല്ലായിരുന്നു ഇന്നലെ. സോ സം ഡേയ്സ് ആർ ലൈക്ക് ദിസ്, യു ജസ്റ്റ് ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അടുത്ത കളിയിലേക്ക് മൂവ് ഓൺ ചെയ്യുക. പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തെ റിസൾട്ട്, ഹൗ ദിസ് ക്യാൻ ചേഞ്ച്, ഇനി എന്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ നമ്മുടെ കാരബാവ് കപ്പ് ഫൈനൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ മതി എന്നാണ് എനിക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നത്. ആ കാരബാവ് കപ്പ് ഫൈനൽ വരേക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരു 4 point ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് നമ്മൾ കാരബാവ് കപ്പ് ജയിക്കുകയാണെങ്കിൽ, ദെൻ അവിടെ മാത്രമേ ഒരു ഡിഫറൻസ് വരൂ. അതിപ്പോൾ കളി തോറ്റാലും, ആ ഫൈനൽ തോറ്റാലും ജയിച്ചാലും അതൊരു മെൻറ്റാലിറ്റി ബൂസ്റ്റ് തന്നെയാണ്. തോറ്റാൽ നമ്മൾ വിൽ ബി മോർ ഫോക്കസ്, എന്നാൽ അവിടെ തോറ്റു നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു സാധനം വരും. ജയിച്ചാൽ അത് കിട്ടുന്ന ആ ഒരു മൊറാൽ ബൂസ്റ്റ് വെച്ച് എങ്ങനെയാണെങ്കിലും ആ കാരബാവ് കപ്പ് ഫൈനൽ വരേക്കും നമ്മൾ വി നീഡ് ടു ഹാങ് ഓൺ ടു ദിസ് ലീഡ്. ഈ ഒരു 4 point ലീഡ് ഹാങ് ഓൺ ചെയ്യണം. അത് പറ്റിയില്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി റൈവൽ ഫാൻസ് പറയുന്ന പോലെ നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് FC ആയിപ്പോവും. കാരണം ഇനി വരുന്ന ഗെയിംസ് എന്ന് പറയുന്നത് ടഫ് ഗെയിംസ് തന്നെയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ട്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അല്ല, ടോട്ടൻഹാം ഹോട്ട്സ്പർ ഉണ്ട്, നമ്മുടെ ചെൽസി ഉണ്ട്, വൂൾസ് എവേയാണ്. സോ ഓൾ ദീസ് ഗെയിംസ് ആർ റിയലി ടഫ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഹാങ് ഓൺ ചെയ്തിട്ട് ആ 4 point ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് കാരബാവ് കപ്പ് ഫൈനൽ വരേക്കും. അതാണ് കീ. കാരബാവ് കപ്പ് ഫൈനൽ വരേക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമുക്ക് അതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഐ റിയലി ഫീൽ നമ്മുടെ സീസൺ അവിടെയാണ് നമ്മുടെ സീസൺ ചേഞ്ച് ആവാൻ പോകുന്നത്, അവിടെയാണ് പിവറ്റ് ആവാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, ഞാൻ ഓവറോൾ ഡിസപ്പോയിൻറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. വിത്ത് ദ പ്ലെയേഴ്സ് മെൻറ്റാലിറ്റിയിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. ബട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 സീസൺ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്നലെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തേനെ. കാരണം ലാസ്റ്റ് മിനിറ്റ് ഇഗോറിനൊക്കെ ഒരു ചാൻസ് കിട്ടിയാണ് കൺവേർട്ട് ചെയ്യാൻ. ആൻഡ് അത് നമ്മുടെ ഡിഫെൻസീവ് വർക്ക് കൊണ്ട് നമുക്കത് തടയാൻ പറ്റി. സോ തോറ്റില്ല, ദാറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ടഫ് ഗെയിം ആയിരുന്നു. ആ ടഫ് ഗെയിമിൽ നിന്ന് ഒരു പോയിന്റ് നമുക്ക് ചേൺ ഔട്ട് ചെയ്യാൻ പറ്റി. ജയിക്കാമായിരുന്ന കളി, നമ്മൾ ലീഡ് എടുത്ത കളിയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. എവേ ടഫ് ഗെയിം, ബ്രെൻറ്റ്ഫോർഡ് 1 point, ജസ്റ്റ് മൂവ് ഓൺ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോറ്റതിന് ശേഷം നമ്മൾ എങ്ങനെ കംബാക്ക് നടത്തി, അതുപോലെ ജസ്റ്റ് ബൗൺസ് ബാക്ക് അറ്റ് ദി ഏർലിയസ്റ്റ്. ഇതാണ് ആസ് എ ടീം, ആസ് എൻ ആർസണൽ, അർട്ടറ്റ ഇതൊക്കെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ്. ടേക്ക് കെയർ.